കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ള രസമാണ്. രസം പൗഡർ ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ വലുതും ചെറുതൊക്കെ ഉണ്ട്. ചിലര് രസം ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും രസത്തിൽ അത്യാവശ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട്. വെളുത്തുള്ളി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണം രസത്തിന് എപ്പോഴും. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയിലയും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ രസത്തിൽ മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും, ടേസ്റ്റ് കൂടും രസത്തിന്. ഈ വെളുത്തുള്ളി ചതച്ചെടുക്കുക, തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പൊടികളായിട്ടാണ് ചേർക്കണത്. ഇതിപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കണ രസമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കണത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, കായം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. രസത്തിൽ കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ ഇത്ര തന്നെയാണ് ചേർത്ത് കൊടുക്കാറുള്ളൂ. രസത്തിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. കാരണം പെട്ടെന്ന് തന്നെ എരിവ് കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ കറികൾ ഉണ്ടാക്കണ പോലെയല്ലല്ലോ. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, കോൽപ്പുളി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ഒഴിക്കണത്. ഇനി പുളി നന്നായിട്ട് സോക്കായി കഴിയുമ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്, കറിവേപ്പില കുറച്ച്, പിന്നെ ഒരു 8-10 ഉലുവ. ഉലുവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉലുവയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് കായവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ. രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇടാം. കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, കായം. കായം പൊടിയല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കായത്തിന്റെ കട്ടില്ലേ, അതായാലും ഉപയോഗിക്കാം കേട്ടോ. കുരുമുളക് പൊടി, മുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. തക്കാളിയും ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. ഇത് മതി, ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ചിലര് രസം തിളപ്പിച്ചെടുക്കാറില്ല. തിളക്കണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യും. ഞാൻ പക്ഷേ സാധാരണ ഈ രസം തിളപ്പിച്ചെടുക്കാറുണ്ട്. സാധാരണ തമിഴ്നാട്ടിലൊക്കെയാണ് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലൊരു തമിഴ് ബ്രാഹ്മിൻസ് ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അവര് വെജിറ്റേറിയൻസ് ആയിരുന്നു. അപ്പം മിക്കപ്പോഴും രസം ഒക്കെ ഉണ്ടാക്കണ നമ്മള് ജസ്റ്റ് പുറത്തല്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ തന്നെ ഇവരുടെ രസത്തിൻ്റെ ഒക്കെ ഭയങ്കര ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് അങ്ങോട്ട് അടിക്കുന്നു പറയില്ലേ, അത്ര എന്താ പറയാ, തമിഴ് രസത്തിനൊരു പ്രത്യേകത. പക്ഷെ ഇത് കേരള രസമാണ്. തമിഴ് രസം ഞാൻ പിന്നീട് ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മുടെ നാടൻ രീതിയിലുള്ള രസമാണ്. അത് വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ മിക്സിയിൽ അടിച്ചിട്ടൊന്നുമല്ല. ഞാൻ പല രീതിയിൽ രസം ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ തക്കാളി അരച്ചതിന് ശേഷം ഉണ്ടാക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് നല്ല എളുപ്പമുള്ള മെത്തേഡാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് പലരും പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ രസം. തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ കോൾഡൊക്കെ വരുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമല്ല. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ രസം നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുക കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ തക്കാളിയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറയണത് ഒരുപാട് വെറൈറ്റി രസങ്ങളുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ജീരകം താല്പര്യമില്ല രസത്തിൽ, അത് തന്നെയാണ് ഞാൻ ചേർക്കാതിരുന്നത്. അതായത് ജീരകം ചേർക്കുമ്പോൾ ജീരകത്തിന്റെ പൊടി ചേർക്കാം. ഇപ്പൊ കണ്ടില്ലേ രസം നന്നായിട്ട് തിളച്ചു വന്നു. ഇനി ഞാനിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പൊ തിളച്ചു വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ ഇതുപോലെ മുഴുവനോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാട്ടെ. എനിക്കിപ്പോൾ മല്ലിയിലയുടെ ഒരുപാട് ഫ്ലേവർ അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി നമുക്ക്. അതോടൊപ്പം ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും കുക്കായില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു പാൻ വെക്കാം. പാൻ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് അത്യാവശ്യം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല. ഈ വറ്റൽമുളക് സൈസ് കാണുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും നല്ല എരിവാണ്, അത് തന്നെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യാണ്ടിട്ടിരിക്കുന്നത്. ഈ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരക്കാം. ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ രസം അരിച്ചൊന്നും എടുക്കാറില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല നാടൻ രീതിയിലുള്ള രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.